മുഖ്യമന്ത്രിക്ക് പിന്നാലെ ആഭ്യന്തര വകുപ്പിനും പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. പോലീസ് ആകെ ചെയ്തത് ഫോട്ടോ എടുക്കലും പെറ്റിയടിക്കലും മാത്രമാണ്. ശ്രദ്ധ കിട്ടാൻ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ജി സുധാകരനെ നിയന്ത്രിക്കണമെന്ന് പ്രതിനിധികൾ പറഞ്ഞു. ജില്ലാ നേതൃത്വത്തിനെതിരെയും വിമർശനം ശക്തമാണ്. നവകേരള സദസ്സിൽ താൻ ഇടപെട്ട് നൽകിയ പരാതികളിൽ ഒന്നുപോലും പരിഹരിച്ചില്ല എന്നും വിമർശനമുണ്ട്. വിവരങ്ങളുമായി സിക്കി അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, ജില്ലാ സമ്മേളനത്തിൽ ആകെ വിമർശന പെരുമഴ തന്നെയാണ്. ഒന്നിനു പുറകെ ഒന്നായി വിമർശനങ്ങൾ ഇങ്ങനെ വരികയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? പൊതുചർച്ചയുടെ രണ്ടാം ദിവസം ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും വിമർശനമുണ്ടായി. നേതാക്കളിൽ 2 പേരുടെ പേര് പരാമർശിച്ചാണ് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുകയും വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. അതിൽ ഒരാൾ മുൻ മന്ത്രിയായിട്ടുള്ള ജി സുധാകരനും രണ്ടാമത്തെ ആൾ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജനുമാണ്. മാധ്യമശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ജി സുധാകരൻ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നത്. ഇദ്ദേഹത്തെ നിയന്ത്രിക്കാൻ സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെടണം. ഇ.പി. ജയരാജന്റെ വിഷയത്തിൽ രാഷ്ട്രീയ നേതാവ് എന്ന തരത്തിൽ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി പ്രതികൾ ഒരാൾ ചൂണ്ടിക്കാട്ടുന്നില്ല. അതേസമയം തന്നെ ദല്ലാൽ നന്ദകുമാറുമായി ഇ.പി. ജയരാജനുള്ള ബന്ധം എന്താണ് എന്നത് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കണമെന്ന് പ്രതിനിധികളിൽ ഒരാൾ വിമർശനമായി ഉന്നയിക്കുകയും മറുപടി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ നേതൃത്വത്തിനെതിരെ പ്രധാനപ്പെട്ട പരാതിയായി ഉയർന്നു വന്നത് ഒന്ന്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രചാരണ വീഡിയോ പത്തനംതിട്ടയിൽ CPM-ന്റെ FB പേജിൽ പ്രത്യക്ഷപ്പെട്ട സംഭവമുണ്ടായി. ഇതിൽ കുറ്റക്കാരാരാണെന്നോ അവർക്കെതിരെ നിയമപരമായി എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായോ അറിവില്ല. ഇത് അതിഗുരുതരമായ വീഴ്ചയാണ് എന്ന് പ്രതിനിധികളിൽ ഒരാൾ ചൂണ്ടിക്കാണിച്ചു. മറ്റൊന്ന്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ 2 പേർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തമ്മിലടിച്ച വിഷയം സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ദൃശ്യമാധ്യമങ്ങളിൽ വാർത്തയായി വന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ കബഡി നിരത്തേണ്ടത് ആവശ്യമില്ല. ആരാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നിട്ടും അത്തരക്കാരെ കണ്ടെത്താനോ നടപടിയെടുക്കാനോ അത് പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കാനോ കഴിയാത്ത സ്ഥിതിയുണ്ടായി. ഇത്തരത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നടപടി സ്വീകരിക്കുന്ന ജില്ലാ നേതൃത്വം പാർട്ടി സമ്മേളനത്തിൽ വാർത്ത ചോരുന്നു എന്നുള്ള വിഷയം മുൻനിർത്തി പ്രതിനിധികളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇത് ശരിയായ നടപടിയല്ല എന്നും വിമർശനമുണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ പത്തനംതിട്ടയിലെ പാർട്ടി പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവർക്ക് നീതി ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. പെറ്റിയടിക്കലും ഫോട്ടോ എടുക്കലും മാത്രമായി പോലീസിന്റെ പ്രവർത്തനങ്ങൾ ഒതുങ്ങുകയാണ്. പൊതുസമൂഹത്തിന് ഇവരിൽ നിന്നും യാതൊരു തരത്തിലുള്ള നീതിയും ലഭ്യമാകുന്നില്ല എന്നും വിമർശനമുണ്ടായി. മറ്റൊന്ന്, മല്ലപ്പള്ളിയിൽ നിന്നുള്ള വനിതാ പ്രതിനിധിയാണ് നവകേരള സദസ്സിൽ താൻ ഇടപെട്ട് നൽകിയ പരാതികളിൽ ഒന്നിൽ പോലും തീരുമാനമായിട്ടില്ല എന്നുള്ള വിമർശനം ഉന്നയിച്ചത്. SFIയെയും പ്രതികൾ വെറുതെ വിടുന്നില്ല. SFI സംസ്ഥാനത്തെ ഒട്ടുമിക്ക